ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നെക്സ്റ്റ് ട്രിപ്പ് പോവുകയാണ്. ശാന്തിഗിരി. ഹലോ ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ ശാന്തിഗിരി ഫെസ്റ്റ് കാണാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട്, കസിൻസും ചേട്ടനും ഒക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ്, ഞങ്ങളെല്ലാവരും ശാന്തിഗിരി ഫെസ്റ്റ് നടക്കുന്നു എന്ന് കേട്ടിട്ടാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ എൻട്രി ഇങ്ങനെയായിരുന്നു, ഹാപ്പി ന്യൂ ഇയർ എന്നാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു ഫെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവുന്നു. വീണ്ടും അവർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ചേട്ടന്മാരൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. മീനു ഇന്ന് നമ്മളോട് വാഴയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 6 പേരും ടിക്കറ്റ് എടുത്തു. ഫസ്റ്റ് തന്നെ ഫ്ലവർ ഷോ ആണ്, കൂടുതലും ഫ്ലവർ ഷോ ആയിരുന്നു. ഫ്ലവർ ഷോയും ലൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മ്യൂസിയത്തിൽ നമ്മൾ പോയപ്പോൾ കണ്ട അത്രയും ലൈറ്റ്സും ഒന്നും ഇവിടെ ഇല്ല. അവിടുത്തെ അപേക്ഷിച്ചൊന്നുമില്ല, എന്നാലും കാണാനൊക്കെ കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ട് വരികയാണ്. അതിനുശേഷം ഞങ്ങൾ ഒരു തൊഴുത്തിലെത്തി. ഞാൻ ഇതാ തൊഴുത്തിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പശുവിനെ തന്നെ നോക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ലൈറ്റ്സും ഫ്ലവേഴ്സും ഒക്കെ ആയിരുന്നു. അത് ഏതാണ്ട് ഈ ഷോ തീരാറായി, ഫെസ്റ്റ് തീരാറായി. അതുകൊണ്ട് ഫ്ലവേഴ്സൊക്കെ ഒരുപാട് അങ്ങ് വാടി ഒരുമാതിരി ആയിപ്പോയി. കുറേ ദിവസം കൊണ്ട് അത് ഇരിക്കുമല്ലേ. അങ്ങനെ ഞങ്ങൾ കണ്ട് വരികയാണ് ഗൈസ്. അപ്പോൾ എന്നെ അന്വേഷിക്കായിരുന്നു, എന്നെ കണ്ടില്ല, അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അവിടെ കണ്ടു. ഒരു മിക്കി മൗസ് കണ്ടപ്പോൾ അലിക്കും ചേട്ടനും കൂടി ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഹസ്ബൻഡ് ഫോട്ടോ എടുത്ത് കൊടുക്കുമായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. നമുക്ക് മ്യൂസിയത്തൊക്കെ പോയപ്പോൾ കനകക്കുന്നിൽ പോയി കണ്ട അത്രയും ഒരു ഫീലില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ബൊമ്മയാണോ പാവക്കളി, അതിനുശേഷം ഇതുപോലെ ഹോൾസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുയൽക്കുഞ്ഞുങ്ങൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ അതിനെ എടുക്കാൻ തോന്നി, പക്ഷേ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഗൈസ്. അത് കഴിഞ്ഞ് ലൈവായിട്ട് അന്ന് നമ്മൾ അവിടെ കണ്ടതുപോലത്തെ കുറച്ച് പ്രാവും കിളികളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ലൈറ്റ്സും ഫ്ലവേഴ്സൊക്കെ വെച്ച് ഇതിനിടയ്ക്കൊക്കെ കുറച്ച് ആനിമൽസ്, ജിറാഫ്, എലിഫൻറ്റ്, അങ്ങനെ കുറച്ച് ആനിമൽസിനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റ്സൊക്കെ വെച്ചിട്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റില്ല, കൂടുതലും ഇരുട്ടായതുകൊണ്ട് ഫോട്ടോസൊന്നും അധികം എടുത്തില്ല. അങ്ങനെ നമ്മൾ കണ്ടു. പിന്നെ കുറച്ച് വാട്ടർഫാളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു ഐസ്ലാൻഡിൽ കയറി. ഞാനും ചേട്ടനും മാത്രമേ ഇവിടെ കയറിയുള്ളൂ. പറയാനകത്ത് ഭയങ്കര സംഭവമല്ല, എന്നാലും കാണാൻ കൊള്ളാം. കുട്ടികൾക്കൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഈ താഴെ ഫുള്ളും ഐസാണ്, അതുകൊണ്ട് തന്നെ അതിൽ കാല് വയ്ക്കുമ്പോൾ ഭയങ്കര പാട്. നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് കാല് വയ്ക്കുന്ന എങ്ങനെ അതുപോലെ ഇരിക്കും ഗൈസ്. പക്ഷേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളിൽ നല്ല തണുപ്പായിരുന്നു. തണുപ്പ് കാരണം അധികം നേരം നിന്നില്ല ഗൈസ്, ഞാനിങ്ങനെ വെളിയിൽ വന്നു. അതിനുശേഷം ഒരുപാട് ആയുർവേദ പച്ച മരുന്നുകളും അതിൻ്റെ ചെടികളും ഒക്കെ ആയിരുന്നു. കൂടുതലും അത് തന്നെയായിരുന്നു. അത് വേണമെന്നുള്ളവർക്ക് വാങ്ങാം, അല്ലെങ്കിൽ കണ്ടിട്ട് പോകാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ബുദ്ധനെ കണ്ടു. അപ്പൂസ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ബുദ്ധൻ്റെ മാത്രം. അതിനുശേഷം ഈ ആയുർവേദ സോപ്പൊക്കെ വിൽക്കുന്ന ഒരു പൗഡറൊക്കെ വിൽക്കുന്ന ഒരു സ്പോട്ടിൽ വന്നു. ഞങ്ങൾ 2 സോപ്പ് വാങ്ങി. നല്ല മണം ഉണ്ടായിരുന്നു ആ സോപ്പ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇത്രയേ ഉള്ളൂ കാണാൻ, ഭയങ്കരമായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.